ലോകത്തിലൊട്ടാകെ ഈ സമയത്ത് ഇവിടെ വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനൊക്കെ 11,600 ദർഹംസ് ചിലവാക്കിയാണ് ഞാൻ വന്നത്. ഞാൻ ചിലവാക്കിയതിന് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അത് ഞാൻ വരുന്നെന്നുള്ളതല്ല, എല്ലാവർക്കും അങ്ങനെയാണ് പ്രശ്നം. അപ്പം അത്രയും വലിയ ചിലവാക്കി വരാനുള്ള ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ വളരെ അപൂർവമേ ഉള്ളൂ. പക്ഷെ ഭരണമാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടത് ആവശ്യം? പൊതുവെ നമുക്ക് ഒരു 10 കൊല്ലം ഒരു ഭരണം ഉണ്ടായിരുന്നു. അതിലുള്ള നന്മകൾ എടുക്കുക. ഇനി വരുന്ന യങ് പീപ്പിൾ, ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് ഒരു 3 MLA-ക്കളുടെ ഭാഗമായിട്ട് ഞാൻ പോയി സംസാരിക്കുക ചെയ്തത്. അവരൊക്കെ ഓരോരുത്തരും ഇപ്പൊ കൊണ്ടോട്ടിയിൽ പറഞ്ഞോളൂ, കൊണ്ടോട്ടിയിലും അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടോട്ടി നെക്സ്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ ഒരു മണ്ഡലത്തിന് അങ്ങേയറ്റം ഭംഗിയിലേക്ക് കൊണ്ടുവരാനും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രിയും ബാക്കി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഇനി ആരും ചെയ്യേണ്ട ആവശ്യമില്ല, കൊണ്ടോട്ടി നെക്സ്റ്റ് ആണെന്നില്ല. അപ്പൊ ഒരു കോൺസെപ്റ്റോട് വരുന്ന ചെറുപ്പക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. വോട്ട് ചെയ്യുക ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിലേക്ക് ഇതൊരു അവകാശമാണ്, അത് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഭരണങ്ങൾ മാറി മാറി വരുമ്പോൾ ജനങ്ങൾക്ക് നന്മ ഉള്ള വിഷയം ചെയ്യുന്ന ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളത്, അതിൽ ഏറ്റവും വലിയ പങ്കുള്ളതാണ് ഇലക്ഷനിൽ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ തിരിച്ച് വരികയും വോട്ട് ചെയ്യാനും പറ്റിയത്. ഇന്ന് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.